Buggers. Maybe we are poor, coolies, trolley pullers, but we are not buggers. മലയാള സിനിമയിലെ അനശ്വര നടൻ ജയൻ ഓർമ്മയായിട്ട് 44 വർഷം. ജയന്റെ ആരാധകരുടെയും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊല്ലം തേവള്ളിയിലെ ജയന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി. മലയാള സിനിമയിലെ പ്രതീകമായിരുന്നു ജയൻ. ഓർമ്മയായിട്ട് 44 വർഷം. 1939 കൊല്ലം തേവള്ളിയിൽ മാധവൻ പിള്ളയുടെയും ഓലയിൽ ഭാരതിയമ്മയുടെയും മകനായിരുന്നു. 15 വർഷം നാവികസേനയിൽ ജോലി ചെയ്തു. അമ്മാവന്റെ മകളും അഭിനേത്രിയുമായ ജയഭാരതിയാണ് ജയനെ ചലച്ചിത്ര രംഗത്തേക്ക് പരിചയപ്പെടുത്തിയത്. 1974 ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ വെള്ളിത്തിരയിലേക്ക് എത്തിയത്. നടൻ ജോസ് പ്രകാശ് ആണ് കൃഷ്ണൻ നായരെ ജയനാക്കി മാറ്റിയത്. ചെറിയ വേഷങ്ങളിൽ നിന്നും പ്രധാന വില്ലൻ വേഷങ്ങളിലേക്കും ഉപനായക വേഷങ്ങളിലേക്കും നായക വേഷങ്ങളിലേക്കും ഉള്ളതായിരുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരം. നായകനായി എത്തിയ ആദ്യ ചിത്രം അങ്ങാടി ആയിരുന്നു. ജയനെ ജനകീയ നടനാക്കിയ ചിത്രം. 1980 നവംബർ 16 കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരണമടഞ്ഞു. 41 വയസ്സായിരുന്നു അന്ന് ജയന്റെ പ്രായം. ജയൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലും തേവള്ളി ഓലയിൽ ജയന്റെ ഓർമ്മയ്ക്കായി ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചു. കൂടാതെ ജയൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ ജയൻ അഭിനയിച്ച ചിത്രങ്ങളുടെ പടങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഓർമ്മ ദിവസമായ നവംബർ 16 സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജയൻ ആരാധകരും സിനിമാ പ്രേമികളും ജയൻ പ്രതിമയിൽ പുഷ്പാർച്ചനയും ആരാധനയും നടത്തി. 1980 അദ്ദേഹത്തിന്റെ ആ വിയോഗം അത് അങ്ങേറ്റത്തെ ഒരു വിഷമമായിരുന്നു. വളരെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന തന്നാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം അനശ്വരനായി മലയാള മനസ്സുകളിൽ, നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ മനസ്സുകളിൽ പോലും ജയൻ എന്ന് പറയുന്ന താരം അനശ്വര നടൻ എന്ന പിന്നെ പട്ടം അദ്ദേഹത്തിന് മാത്രം സ്വന്തമായിരിക്കും. ഇനി ഒരു നടനും ഉണ്ടാവില്ലെന്നുള്ളത് നമുക്ക് സംശയലേശം തന്നെ പറയാവുന്നതാണ്. 44 വർഷം പിന്നിട്ടിട്ടും പൗരുഷത്തിന്റെ പ്രതീകമായ ജയന്റെ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നു. ജയനെ കൊല്ലത്ത് ഉചിതമായ ഒരു സ്മാരകം സ്ഥാപിച്ചില്ല എന്ന പരാതിയും ആരാധകർക്കുണ്ട്.